വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ യോഹന്നാൻ രചിച്ച നമ്മുടെ കർത്താവീശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 7, 25 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ഇവനോ ക്രിസ്തു. ജെറൂസലേം നിവാസികളിൽ ചിലർ പറഞ്ഞു, ഇവനെ അല്ലേ അവർ കൊല്ലാൻ അന്വേഷിക്കുന്നത്? എന്നാൽ ഇതാ, ഇവൻ പരസ്യമായി സംസാരിക്കുന്നു. എന്നിട്ടും അവർ ഇവനോട് ഒന്നും പറയുന്നില്ല. ഇവൻ തന്നെയാണ് ക്രിസ്തുവെന്ന് ഒരുപക്ഷെ അധികാരികൾ യഥാർത്ഥത്തിൽ അറിഞ്ഞിരിക്കുമോ? ഇവൻ എവിടെ നിന്ന് വരുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ ക്രിസ്തു വരുമ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ആരും അറിയുകയില്ലല്ലോ. ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു ഉച്ചത്തിൽ പറഞ്ഞു, ഞാൻ ആരാണെന്നും എവിടെ നിന്ന് വരുന്നുവെന്നും നിങ്ങൾക്കറിയാം. എന്നാൽ ഞാൻ സ്വമേധയാ വന്നവനല്ല. എന്നെ അയച്ചവൻ സത്യവാനാണ്. അവിടത്തെ നിങ്ങൾക്കറിഞ്ഞുകൂടാ. എനിക്ക് അവിടത്തെ അറിയാം. എന്തെന്നാൽ ഞാൻ അവിടത്തെ അടുക്കൽ നിന്ന് വരുന്നു. അവിടെന്നാണ് എന്നെ അയച്ചത്. അവനെ ബന്ധിക്കാൻ അവർ ശ്രമിച്ചു. എന്നാൽ ആർക്കും അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല. അവന്റെ സമയം ഇനിയും വന്നിരുന്നില്ല. ജനക്കൂട്ടത്തിൽ വളരെ പേർ അവനിൽ വിശ്വസിച്ചു. അവർ ചോദിച്ചു, ക്രിസ്തു വരുമ്പോൾ ഇവൻ പ്രവർത്തിച്ചതിലേറെ അടയാളങ്ങൾ പ്രവർത്തിക്കുമോ? മനുഷ്യനിലൂടെയുള്ള ദൈവിക പദ്ധതിയുടെ അനാവരണം. യേശുവിന്റെ സാന്നിധ്യവും പ്രവർത്തനങ്ങളും എന്നല്ല, വ്യക്തിത്വം തന്നെ വ്യത്യാസപ്പെട്ട പ്രതികരണങ്ങളാണ് ജനസമൂഹത്തിൽ ഉണ്ടാക്കാനിടവന്നത്. ചിലർക്ക് ആദരവും മതിപ്പും അതുണ്ടാക്കി എന്ന് വരികിൽ, മറ്റു ചിലർക്ക് വിവാദത്തിന്റെയും ഭിന്നതകളുടെയും അടയാളമായിട്ട് യേശു പ്രത്യക്ഷപ്പെടുന്നു. ഇനിയും മറ്റൊരു കൂട്ടർക്ക് വലിയ ശത്രുതയുടെ, എതിർപ്പിന്റെ അടയാളം എന്ന രീതിയിലാണ് അവർ യേശുവിനെ നോക്കിക്കാണുന്നത്. ഇങ്ങനെ വളരെ വ്യത്യാസപ്പെട്ട പ്രതികരണ ശൈലികളാണ് യേശുവിനെ സംബന്ധിച്ച് ജനങ്ങൾ സ്വീകരിക്കാൻ ഇടവന്നത് എന്നതിന്റെ വ്യക്തമായ ഒരു അവതരണമാണ് ഇന്നത്തെ സുവിശേഷം എന്ന് വേണം മനസ്സിലാക്കാൻ. യേശു ജെറൂസലേം ദേവാലയ പരിസരത്ത് വെച്ച് ജനങ്ങളോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ്. തിരുനാൾ ദിവസങ്ങളായതുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ ദേവാലയ പരിസരത്ത് ഒന്നിച്ചു കൂടിയിട്ടുണ്ട്. യേശുവിന്റെ സംസാരവും ജീവിതശൈലികളും കണ്ടും കേട്ടും മനസ്സിലാക്കിയ ഒരു വിഭാഗം ജനങ്ങള് യേശുവിൽ വളരെയധികം ആദരവും മതിപ്പും ആണ് ജനങ്ങൾക്കുണ്ടാക്കിയത്. അവർ ഇപ്രകാരം അത് പ്രകടിപ്പിക്കാനും മറന്നില്ല. നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പരാമർശിക്കപ്പെടുന്ന രക്ഷകനായ ക്രിസ്തു തന്നെയാണോ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നത് എന്ന രീതിയിലാണ് ഒരു വിഭാഗം ജനങ്ങള് പ്രതികരിക്കാനിടവന്നത്. അവർ യേശുവിൽ വിശ്വസിക്കാനും ഇടവന്നു എന്ന് സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ അവരിൽ തന്നെ മറ്റൊരു വിഭാഗം ഇങ്ങനെയാണ് ചിന്തിച്ചത്: വിശുദ്ധ ഗ്രന്ഥത്തിൽ രക്ഷകനായ ക്രിസ്തുവിന്റെ വരവിനെ സംബന്ധിച്ചും വ്യക്തിത്വത്തെ സംബന്ധിച്ചും ഒക്കെ വളരെയേറെ അവ്യക്തതകളാണ് നാം വായിക്കാനിടവരുന്നത്. എന്നാൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ മനുഷ്യനെ പറ്റി നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഇവൻ ആരാണെന്നും എവിടെ നിന്ന് വന്നു എന്നും അറിയാം. ജനങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു ആശയക്കുഴപ്പമുണ്ടായതായിട്ട് സുവിശേഷത്തിൽ നാം കാണുന്നു. ഇനി മറ്റൊരു കൂട്ടർ നിക്ഷിപ്ത താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ വൈരാഗ്യ മനസ്ഥിതിയോടുകൂടെ, ശത്രുതാ മനോഭാവത്തോടുകൂടെ തന്നെ യേശുവിനെ നോക്കിക്കാണാൻ ഇടവന്ന ആളുകള് യേശുവിനെ ബന്ധിക്കുന്നതിന് വേണ്ടി, യേശുവിനെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി, ഈ മണ്ണിൽ നിന്ന് തന്നെ മാറ്റപ്പെടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നും സുവിശേഷത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു. എങ്കിലും അവർക്കാർക്കും യേശുവിനെ ബന്ധിക്കാൻ സാധിച്ചില്ല എന്നും സുവിശേഷകൻ നമ്മോടായിട്ട് പറഞ്ഞു തരുന്നു.
മറ്റൊരു വിഭാഗം ആളുകള് യഹൂദ സമുദായത്തിലെ ഉന്നതാധികാര സമിതിയായ സൻഹെഡ്രിൻ സംഘത്തിന്റെ കൽപ്പന പ്രകാരം യേശുവിനെ ബന്ധിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞയക്കപ്പെട്ടിട്ടുള്ള സേവകന്മാരുടെ സംഘവും ആ ജനസമൂഹത്തിലുണ്ട്. അവർ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ യേശുവിനെ നിരീക്ഷിക്കുകയും യേശുവിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുകയും ഒക്കെ ചെയ്തതിനു ശേഷം അവരുടെ മനസ്സിൽ വലിയ പരിവർത്തനങ്ങളാണ് ഉണ്ടാകുന്നത്. ബന്ധിക്കാൻ വേണ്ടി അവരെ പറഞ്ഞുവിട്ടവരാണ് എന്ന് വരികിലും യേശുവിനെ ബന്ധിക്കാൻ അവർ തയ്യാറാകാതെ അവർ തിരിച്ചു പോകുന്ന ഒരു സ്ഥിതിവിശേഷവും നമ്മൾ സുവിശേഷത്തിൽ നിന്ന് കാണുന്നു. ഇങ്ങനെ വളരെ വ്യത്യാസപ്പെട്ട പ്രതികരണ ശൈലികളാണ് സമൂഹത്തിൽ നിന്ന് യേശുവിനെ സംബന്ധിച്ച് ഉണ്ടാകുന്നത്. അങ്ങനെ അവൻ ഭിന്നതയുടെയും വിവാദത്തിന്റെയും അടയാളമായിട്ട് വയ്ക്കപ്പെടുമെന്ന തിരുവചനങ്ങൾ അങ്ങനെയൊക്കെ പൂർത്തിയാകുന്നതായിട്ട് സുവിശേഷകൻ നമ്മളെ അനുസ്മരിപ്പിക്കുന്നുണ്ട് എന്ന് വേണം വിചാരിക്കാൻ. കൂട്ടത്തിൽ സുവിശേഷകൻ നമ്മോടായിട്ട് പറഞ്ഞു തരുന്നു, ആരൊക്കെ എന്തൊക്കെ പ്ലാൻ ചെയ്തു വന്നാലും അതൊന്നും നടപ്പിലാക്കാൻ സാധിച്ചില്ല അവർക്ക്. കാരണം അവന്റെ സമയം ഇനിയും സമാഗതമായിരുന്നില്ല എന്ന സുവിശേഷകന്റെ കമന്റ് വലിയ ഒരു സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. സംഭവിക്കുന്നതൊക്കെ ദൈവത്തിന്റെ ആസൂത്രിതമായ പദ്ധതിയുടെ ഭാഗമാണ് എന്ന സത്യത്തിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. ഒന്നും ആകസ്മികതമായിട്ട് നടക്കുന്നതല്ല. ദൈവിക പദ്ധതിയുടെ അനാവരണങ്ങളാണ് യേശുവിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതേ രീതിയിൽ തന്നെയാണ് നമ്മളിലും കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് സുവിശേഷത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നതൊക്കെ ആസൂത്രിതമായിട്ടുള്ള ദൈവിക പദ്ധതിയുടെ ക്രമാനുഗതമായിട്ടുള്ള അനാവരണമായിട്ട് നാം നോക്കിക്കാണുകയും നമ്മെ സംബന്ധിച്ചുള്ള ദൈവിക പദ്ധതി എന്താണെന്ന് തിരിച്ചറിയാൻ നമ്മുടെ ഭാഗത്ത് ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും അങ്ങനെ തിരിച്ചറിഞ്ഞ ആ പദ്ധതിയോട് ബോധപൂർവം സഹകരിക്കുകയും ചെയ്യുക. അങ്ങനെ നമ്മുടെ ജീവിതങ്ങൾ ധന്യമാക്കുക. യേശുവിന്റെ ജീവിതം ധന്യമാക്കാൻ ഇടവന്ന പോലെ തന്നെ നമ്മുടെ ജീവിതങ്ങളും ധന്യമാക്കാനുള്ള വഴി അതാണെന്ന് സുവിശേഷകൻ നമ്മോടായിട്ട് പറഞ്ഞു തരുന്നത് നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ.